ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എൻ്റെ ഒരു നോമ്പിനുള്ളൊരു വ്ളോഗാട്ടോ. അപ്പോൾ ഇത് വൈറലായിട്ടുള്ള ഈ ചീസ് കേക്ക് ഞാൻ വാങ്ങിച്ചിട്ടോ. എന്താ സ്ഥിതി, ടേസ്റ്റ് ഉണ്ടോ എന്താ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോമ്പ് തുടങ്ങിയപ്പോൾ മുതൽ പിന്നെ ഫുള്ളും കുക്കിംഗ് വീഡിയോസായിട്ട് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫും വ്ളോഗും ഒന്നും എനിക്കിടാൻ ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ചീസ് കേക്ക് ഉണ്ടല്ലോ, ഭയങ്കര മധുരമൊക്കെ ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതേപോലെ ചീസ് ലവറൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇഷ്ടപ്പെടും. ഞാൻ ഭയങ്കര ചീസ് ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷേ എനിക്ക് ഈ മധുരം ഭയങ്കര മധുരമായതുകൊണ്ട് എനിക്ക് പറ്റിയില്ല കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്, ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ അതാ ഈ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയ ഒരു കാര്യം കേട്ടോ. നമ്മളെ വില്ലയിൽ എല്ലാവരും കൂടിയിട്ട് എന്താ പറയുക, ഒരു നൊമ്പർപ്പിക്കൽ നടത്തിയതാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും യൂട്യൂബിൽ ഇടാനുള്ള വീഡിയോ ഞാൻ പറ്റ മറന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോരോ സ്നാക്സ് വീതം കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ എല്ലാം തരിയും എല്ലാം ഉണ്ടായിരുന്നു. മഷാല്ല നല്ല അടിപൊളിയായിട്ടുള്ള നോമ്പ് തുറയായിരുന്നു. ഓരോരോ പ്ലേറ്റിൽ വെച്ചതുകൊണ്ട് തന്നെ എല്ലാവർക്കും കടികളും ജ്യൂസും എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സമൂസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഓരോരുത്തർ ഓരോന്നും കൊണ്ടുവന്ന്. അപ്പോൾ പിന്നെ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയാണ്. ഒരു 5 കിലോൻ്റെ പത്തിരിപ്പൊടി ഉണ്ടായിന്. പിന്നെ അരി വറുത്ത് പൊടിച്ചതുണ്ടായിരുന്നു കേട്ടോ. ഇത് എൻ്റെ അമ്മ പൊടിച്ചതാണ്. ആ പത്തിരിപ്പൊടി അതേപോലെ തന്നെ എൻ്റെ അമ്മ വാങ്ങിക്കലുണ്ട്. അപ്പോൾ നല്ല പത്തിരിപ്പൊടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എള്ളും നട്ട്സൊക്കെ ഇട്ടിട്ട് പൊടിച്ചിട്ടുള്ള അരി വറുത്ത് പൊടിച്ചതാണ്. പിന്നെ ഒരു കുപ്പി എൻ്റെ കസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ മില്ലിൽ നിന്ന് ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് മില്ലിൽ നിന്ന് വാങ്ങിച്ച മുളക് പൊടി കേട്ടോ. ഓരോന്നെ കഴുകി വൃത്തിയാക്കി നല്ല മുളക് പൊടിയാണ്. 2-3-4 പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് മുളക് പൊടി. ഗരം മസാല ഉമ്മ പൊടിച്ചതാട്ടോ. ഉമ്മ ഗരം മസാല പൊടിക്കുന്ന സമയത്ത് വേറൊരു ടേസ്റ്റാണ്, ഞാൻ ഗരം മസാല പൊടിക്കുന്ന സമയത്ത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഗരം മസാല ഉമ്മ പൊടിച്ചതും കൊണ്ടുവന്നാണ്. പിന്നെ എന്താ പറയുക, മല്ലി ഇമ്മ വറുത്ത് പൊടിച്ചതാട്ടോ. വറുത്ത് പൊടിക്കുന്ന സമയത്ത് ഉള്ള വീഡിയോ ഞങ്ങൾക്ക് എടുത്ത് വെച്ചിന്. അതിലെന്തൊക്കെ ഇടണം അതെന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ജീരകവും കറിവേപ്പും എന്തൊക്കെ ഇട്ടിട്ട് പട്ടാതൊക്കെ ഇട്ടിട്ട് വറുക്കണ വീഡിയോ എടുത്ത് വെച്ചിന്. പക്ഷെ ഞാൻ ഇതിലിടാൻ വിട്ടുപോയി. പിന്നെ അച്ചാർ, നല്ല അടിപൊളി മാങ്ങ അച്ചാർ ഉണ്ടായിരുന്നു, കല്ലുമ്മക്കായ അച്ചാർ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ടാണ് ഇമ്മ ഈത്തപ്പഴത്തിൻ്റെ അച്ചാർ ഉണ്ടാക്കണത്. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മിക്സർ ഉണ്ടായിരുന്നു, അതും രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനിയത്തി ഉണ്ണിയപ്പം ഉണ്ടാക്കിനി, മടക്ക് ഉണ്ടാക്കിനി ഓള്. പക്ഷെ മടക്ക് ഫ്ലോപ്പായിപ്പോയി. ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെന്താ കോഴിക്കോടൻ ഹലുവ ഉണ്ടായിരുന്നു. പിന്നെന്താ വറുത്തായിക്ക ഉണ്ടായിനി. പിന്നെ ഇപ്പൻ്റെ വക എന്താ പറയുക, കപ്പലണ്ടി മുട്ടായി, മറ്റേ തേൻ മിഠായി, പിന്നെന്താ അങ്ങനത്തെ കുറേ പഴയ മിഠായികളൊക്കെ ഉണ്ടല്ലോ, എള്ളുണ്ട, അങ്ങനത്തെ കുറേ മിഠായികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ കൊണ്ടുവന്ന സാധനമൊക്കെ യൂട്യൂബിൽ ഇട്ടിട്ട് കാണുമ്പോൾ അവർക്ക് സന്തോഷമാണ്. അപ്പോൾ അടുത്തത് പിന്നെ ഞങ്ങൾ രാത്രി ഒന്ന് പുറത്തിറങ്ങിയതാണ്. ഹസ്ബൻഡിന് എന്തോ ആവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ ഇതിന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പിന്നെ ചായയൊക്കെ കുടിച്ച് നോമ്പിന് രാത്രി പുറത്തേക്ക് ഇറങ്ങാൻ രസമാണ് കേട്ടോ. പക്ഷേ നോമ്പിന് പുറത്തിറങ്ങാൻ പറ്റാറില്ല. രാത്രി ഭയങ്കര ക്ഷീണവും പിന്നെ നമുക്ക് നമ്മളെ നിസ്കാരം അങ്ങനത്തെ ഓരോ കാര്യങ്ങളിലും ബിസിയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നോമ്പ് പിടിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ നോമ്പ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ക്ഷീണം. പിന്നെ ഇത് പിറ്റേന്നുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. പുറത്തുനിന്ന് നോമ്പ് തുറക്കുക, അതേപോലെ ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പുറത്തിറങ്ങിയത്. ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ലീവുള്ള ദിവസമായതുകൊണ്ടും പുറത്ത് പോകാൻ വിചാരിച്ചതേ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നേരം വൈകിന് കേട്ടോ, അത്യാവശ്യം ലേറ്റ് ആയിന്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇവിടെ എനിക്കിപ്പോൾ ബ്ലോക്കിലൊക്കെ വിട്ട് കുടുങ്ങണ്ടല്ലോ ചോദിച്ചിട്ട് ഞങ്ങളിവിടെ കോർണീഷയിൽ തന്നെ ഇറങ്ങിയിട്ടോ. അപ്പോൾ മാങ്ങ കുടിക്കാൻ ഒരു 5 മിനിറ്റ് മുന്നേ കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരം പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ കാറിലിരുന്നിട്ടാട്ടോ നോമ്പ് തുറക്കണത്. വെള്ളം, പിന്നെ ഞാൻ കുറച്ച് എണ്ണക്കടികളുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നോമ്പ് തുറത്ത്. പിന്നെ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ലുലുവിലാട്ടോ വന്നത്. ഫാദിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. കുറേ ഷോപ്പുകൾ ഞാൻ കയറി ഇറങ്ങി. അപ്പോൾ എന്താ പറയുക, ഒന്നെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടുമ്പോൾ സൈസ് കറക്റ്റ് ആവില്ല, സൈസ് കറക്റ്റ് ആകുമ്പോൾ ഡ്രസ്സ് ഇഷ്ടപ്പെടില്ല, കളർ ഇഷ്ടമാകുമ്പോൾ മറ്റേത് ഇഷ്ടമാവില്ല. അങ്ങനെ കുറേ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങോട്ട് കൺഫ്യൂഷനാണ് ഉണ്ടാവുക ഏത് സെലക്ട് ചെയ്യണമെന്ന്. ഇങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്.
അങ്ങോട്ട് സെറ്റായിട്ട് വരില്ല. എനിക്ക് ഡ്രസ്സ് എടുക്കണതിനെക്കാട്ടിയും കൂടുതൽ ഫാദിക്ക് ഡ്രസ്സ് എടുക്കണതായിരിക്കും ഭയങ്കര ടാസ്ക്കായിട്ട് ഫീൽ ചെയ്യുക. എന്നാലട്ടോ ഡ്രസ്സ് എടുത്ത് വന്നാലോ മനസ്സിന് പിടിക്കുകയില്ല. ഇന്ന് വരെ എടുത്ത ഡ്രസ്സ് എനിക്ക് ഫാദിക്ക് എടുത്ത ഡ്രസ്സൊന്നും എനിക്ക് ഇഷ്ടാവില്ല. കുറേ തപ്പും കുറേ തരും, പക്ഷേ ചിലപ്പോൾ ആദ്യം എടുത്ത ഡ്രസ്സായിരിക്കാം നന്നാവാം. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയൊരു ടാസ്ക്കാണ് ഡ്രസ്സ് എടുക്കൽ. അപ്പോൾ അതാ പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാട്ടോ, എല്ലാവരും ഒരേപോലത്തെ ചെരുപ്പ് വാങ്ങാൻ വിചാരിച്ച്. അപ്പോൾ പോണ വഴിയെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു വില്ലാട്ടത് ഇങ്ങനെ നല്ല ലൈറ്റൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നോമ്പ് ഇവിടെ ഏകദേശം കഴിയാനായിക്കണം. ഇപ്പോൾ ലാസ്റ്റിക്ക് നോമ്പ് 28-29 ആയി. കഴിഞ്ഞപ്പോൾ നോമ്പ് പോവാണെന്ന് പറയുമ്പോൾ, നോമ്പ് ഇവിടെ കഴിയുകയാണെന്ന് പറയുമ്പോൾ ഒരു സങ്കടമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാട്ടോ ഈ ഒരു ചെരുപ്പാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും ഒരേ കളറ്, ചെറിയൊരു കളർ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ചെരുപ്പാണ് സെലക്ട് ചെയ്തത്. നിങ്ങൾക്കിത് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുട്ടികൾക്കും ജ്യൂസും ഞങ്ങൾക്ക് ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ ആ സെയിം ഷോപ്പ് തന്നെ ചായ കുടിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ പറഞ്ഞു ചെയ്തു കേട്ടോ. സംഭവത്തിൽ ഞങ്ങൾ എങ്ങനെ പോയാലും ഒരു കോഫി പിന്നെ ഒരു സമൂസ ഇതാട്ടോ. ഇത് മാറ്റി പിടിക്കാനുള്ള ടൈം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബായ്.